कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ചിറ്റൂരാണ്. ചിറ്റൂരിൽ തന്നെ ഈ ഒരു ഏരിയ, ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കൈത്തറി ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു അഗ്രഹാരം ടൈപ്പാണെന്നും കൂടെ പറയാം. ആ ഒരു പ്ലോട്ട്, വീടുകളുടെ പ്ലോട്ടുകൾ വളരെ ചെറിയ ചെറിയ പ്ലോട്ടുകളായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ ആ ഒരു ഐഡിയ തോന്നിയപ്പോൾ തന്നെ ഞാൻ ബിബിൻ, എൻ്റെ ഫ്രണ്ടും ബി ആർട്സിൻ്റെ ഓണറും കൂടെയാണ്, ബിബിനോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതാണ് നമ്മുടെ 3 സെൻറ്റിലുള്ള വീടിൻ്റെ പ്ലാൻ. ഇത് നീളത്തിലുള്ളൊരു പ്ലോട്ടാണ്. അതായതുകൊണ്ട് തന്നെ നമുക്ക് നീളത്തിലായിരുന്നു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ 3 മീറ്റർ സെറ്റ് ബാക്ക് ഫ്രണ്ടേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ മുനിസിപ്പാലിറ്റി റോഡിലുള്ളതുകൊണ്ട് അവിടെ നമ്മൾ 2 മീറ്റർ കൊടുത്തു. നമ്മുടെ വീട്ടിലോട്ട് കയറി വരികയാണെങ്കിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് പാർട്ടിൽ ലിവിങ്, സ്റ്റെയർ, ഡൈനിങ്, കിച്ചൺ, അതുപോലെ തന്നെ പാരൻസ് റൂം, ഇത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ പുറത്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്നുള്ളൊരു കാഴ്ചയും അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെയാണ് നമ്മൾ പുറത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലായിട്ട് 1498 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് എന്നിലൂടെ ഗൗതമിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്കും കൂടി വേണ്ടി നിർമ്മിച്ച വീട്ടിലാണുള്ളത്. ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണം, ഗൗതം എന്നോട് പറഞ്ഞിട്ടുള്ളത് എടാ എനിക്കൊരു വീട് വേണം, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ വീടാണ്. ഇതിൻ്റെ ഓരോ കോർണറും ഓരോ സ്പേസും അത് എനിക്കും അവനും അങ്ങനെ ഒരു വീടായിട്ടാണ് നമ്മളിതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ഓരോ മെത്തേഡും അത് എനിക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്തെടുത്തതാണ്. ഇതിന് കൃത്യമായിട്ടൊരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എനിക്കെന്ത് തോന്നുന്നു അത് ചെയ്യാനുള്ള ഫ്രീഡം എനിക്ക് തന്നു. അത് ഞാനിവിടെ എല്ലാം കൊണ്ടും എനിക്കും അവനും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നിലൂടെ അവൻ്റെ ഈ വീട്. ഇനി നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു സിറ്റ് ഔട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഷൂ റാക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലിവിങ് റൂം കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ആ കൺജസ്റ്റഡ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കോർണർ ചെയ്തിട്ടാണ് നമ്മൾ സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ബാക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാളീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എയർ സർക്കുലേഷനും കൂടി വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ പൂജ കൺസെപ്റ്റ് ആഡ് ചെയ്തു. കാരണം നമുക്ക് വേറൊരു സ്പേസും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡിസ്റ്റർബിങ് അല്ലാത്തൊരു പൊസിഷൻ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചുമരിൽ ജസ്റ്റ് ഉള്ളിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പൂജ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റെയറാണ് പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈ സ്റ്റെയർ എന്താ വെച്ചാൽ ഒരു സ്റ്റെയറിൻ്റെ ആവശ്യം മാത്രമല്ല നമ്മുടെ സ്റ്റെയർ ഏരിയ നിറവേറ്റുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ബെഞ്ചായിട്ടും ലിവിങ് റൂമിലെ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് അറ്റ് ദ സെയിം ടൈം ഈ ലാൻഡിങ്ങിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ ഇൻവെർട്ടറും അതുപോലെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ സ്റ്റെയർ കേസിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ബെഞ്ചായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ GIയിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ വീടിൻ്റെ സെൻട്രൽ പോർഷനാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. അപ്പോൾ ഈസ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മളവിടെ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിൽ ജാളിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. ഈ ജാളി
അതിലൂടെ തന്നെ നമുക്ക് അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ വലിയ വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എയർ ഫ്ലോ നമുക്കുണ്ട്. അത് നേരെ കണ്ടിന്യൂ ചെയ്ത് വെസ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വലിയൊരു വിൻഡോയും കാര്യങ്ങളും കൊടുത്തു, ചെറിയൊരു ഗ്രിൽ സപ്പോർട്ടും കൊടുത്തു. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കിച്ചൺ അതുപോലെ തന്നെ ഔട്ട് സൈഡ് വ്യൂ ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കാറ്റും വെളിച്ചവും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ എന്തെങ്കിലും ഒരു സ്മെല്ലോ കിച്ചണിന് സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അതിൽ കൂടെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ചെറിയ ഏരിയയിൽ നല്ല സ്പേസും വെളിച്ചവും എല്ലാം കൂടെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഓരോരുത്തർ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഏരിയയിലോട്ടും ഒരേ ആംബിയൻസ്, അതായത് ഒരു നാച്ചുറൽ ആംബിയൻസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്കോ, ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫാനോ ലൈറ്റ്സോ നമുക്ക് ശരിക്കും ആവശ്യമില്ല. ബട്ട് നമ്മൾ എന്ത് വെച്ചാൽ നൈറ്റിൻ്റെ ഒരു ഭംഗി അത് നമുക്ക് ഒരു ആംബിയൻസ് തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഇൻസൈഡ് തീം നമ്മൾ അപ്ലൈ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലോ മെയിൻ്റെനൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിലോട്ട് വലിച്ചു വെക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സീലിങ്ങിൽ അപ്ലൈ ചെയ്തിട്ടുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഫിനിഷ് അതുപോലെ തന്നെ നിലനിർത്തി ഒരു ക്ലിയർ കോട്ടിങ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ രണ്ടാമതുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചില വയറിംഗ് പോയിൻറ്റ്സുകളൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തായിട്ട് ഈ കേബിളുകൾ കണ്ടു തുടങ്ങിയിരുന്നതാണ്. അപ്പോൾ ഞാനും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യണം, അത് സീലിംഗ് ആയിട്ട് മാറ്റണം എന്നും കൂടി തോന്നിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ചൂടിക്കയറുണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കതിനെ വലിഞ്ഞ് മുറുക്കിയിട്ടുള്ള രീതിയിൽ ആ ഒരു രീതി നമ്മൾ അപ്ലൈ ചെയ്ത് അതിനൊരു ഷേപ്പാക്കി മാറ്റുക ചെയ്ത്. സോ അതൊരു സീലിംഗ് പാർട്ടായിട്ട് മാറുകയുണ്ടായിരുന്നു. അതുപോലെ നമ്മളിവിടെ കൊടുത്ത ലൈറ്റ്സ് ആണെങ്കിലും മാക്സിമം വാം ലൈറ്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ ഈ ബാംബൂസിൻ്റെ അല്ലെങ്കിൽ വുഡൻ തീം നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് ഒരുപാട് ഇൻറ്റീരിയറിനായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ വീട് എന്താണോ നിർമ്മിച്ച് വന്നത് അതൊരു ഇൻറ്റീരിയർ പാർട്ടായിട്ട് മാറുകയായിരുന്നു. ഓരോ ഏരിയയും ഓരോ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, അതാണ് ഇൻറ്റീരിയറായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് അതുപോലെ മണ്ണിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുകൾ അതൊക്കെ നമ്മൾ ചുമരിൽ ഹാങ് ചെയ്തു. നമ്മളെ കിച്ചൺ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ്. ഇതിൽ രണ്ട് പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഒരു സൈഡ് മാത്രമല്ല നമുക്ക് ഓപ്പൺ, രണ്ട് സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ട് ആവശ്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. ഒരു സൈഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടിയിട്ട് കൊടുത്തു, മറ്റേ സൈഡ് നമുക്ക് കൂടുതൽ വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ടും, എന്നാൽ അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യേണ്ട കംഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭിത്തി കുറച്ച് ഉയരത്തിൽ കെട്ടി അത് അകത്തുള്ള കംഫേർട്ട് സോണും പുറത്തുനിന്നുള്ളൊരു വ്യൂ ആയിട്ട് നമ്മൾ അതിനെ മാറ്റി. ഇതിൽ താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ബെഡ്റൂം മാത്രം മുകളിൽ മാസ്റ്റർ ബെഡ്റൂം ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ബാക്കി എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയിട്ട് തന്നെ കൊടുത്തു. ഈ 3 റൂമിൻ്റെ ഡെക്കോർ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ആ റൂമിനെ ഹൈലൈറ്റ് ആക്കി മാറ്റി വെച്ചത്. അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സിമ്പിൾ തീം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് 3 റൂംസും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. സാമാന്യം വലുപ്പത്തിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ജാളി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ്
ഇൻറ്റീരിയർ പാർട്ടായിട്ട് ഭംഗിയായിട്ട് മാറിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ 2 ബെഡ്റൂംസും കൂടി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ബെഡ്റൂംസിൽ ഉണ്ടാകുന്നൊരു വെല്ലുവിളി പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാസേജ് പോലെ 2 റൂമിലേക്കുള്ള വഴി ഉണ്ടായിരുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ റൂമിലോട്ട് പോകുന്നത് ഒരു ഫീൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 സൈഡിലായിട്ടും ബേ വിൻഡോസ് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ അപ്പർ വിൻഡോ കൊടുത്തു. അത് കാരണം നമുക്ക് ആ ഫോയർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷ്യസ് ഫീൽ തന്നെ വരുന്നുണ്ട്.